Praise you, Jesus. This morning, the title of my message is Pleromatics. Pleromatics. Just the English word. Pleromatics. It's a word that is a mixed word that comes from the Greek word for fullness. It's the Greek word for fullness, or pleroma, and I just combined it with the word for a group of people that have the fullness. We like to think of ourselves as Pentecostals, but actually it's not my phrase, but I'm using that word as pleromatics this morning. Pleromatics എന്നുള്ളതായ പദമാണോ ഇന്ന് പകൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നത്. നിറഞ്ഞു കവിയുന്ന അത്യന്തികമായ ശക്തിയോടുള്ള ബന്ധത്തിലോ ദൈവാത്മ ശക്തി പകരപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ ആ പ്രയോഗം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. That word is not original with me. I don't take any credit for that word. It's I believe Jack Hayford was the one that came up with that word back years ago, 20 plus years ago, in early writings that he had. ആ പദത്തിന്റെ പ്രയോഗത്തോടുള്ള ബന്ധത്തിലെ അതിന്റെ ഉടമസ്ഥാവകാശം ഞാൻ അവകാശപ്പെടുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാക്ക് ഹേഫോർഡ് എന്ന് പറയുന്ന ദൈവദാസൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പദം ഉപയോഗിക്കുകയുണ്ടായി. And he back in 20-30 years ago when he was writing some of his writings, that he brought this word out and it always stuck with me, so I wanted to bring that out this morning. 20-30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പദത്തിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ പദത്തിൽ തന്നെ തന്റെ ശ്രദ്ധ പിന്നെയും തങ്ങി നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ പദം ഞാൻ ഉപയോഗിക്കുന്നത്. It's a biblical word. ഇതൊരു വേദപുസ്തകത്തിലെ പദമാണ്. Turn to Acts chapter 3. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയേറ്റിരിക്കുന്നു. Acts chapter 3 verse 19. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 19-ാം വാക്യം. We're going to have the scripture reading with using the microphone from now on, so that it will pick up better on the audio recording on the website. Then Joseph brother is going to read today, and let's have him read the verse, Ephesians 3 verse 19. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യവുമായി. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. That's 3 verse 19. Ephesians 3 verse 19. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. The word there, the fullness of God, ദൈവത്തിന്റെ സമ്പൂർണ്ണത എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയും, is the word pleroma in the Greek. അത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് പ്ലറോമ എന്നുള്ള പദം. We as people of God who desire more of God are what Apostle Paul writes to Ephesians, that they be filled with all the fullness of God. ദൈവിക സമ്പൂർണ്ണതയുടെ നിറവിലേക്ക് ദൈവമക്കൾ വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പൗലോസ് എഴുതുന്നത്. നമ്മുടെയും വാഞ്ചയാണ് ദൈവികമായ വിഷയങ്ങളുടെ നിറവ് പ്രാപിക്കാനുള്ളത്. Today on the Christian calendar, this Sunday is what's known as Pentecost Sunday. ക്രിസ്തീയ കലണ്ടർ അനുസരിച്ച് ഈ സൺഡേ പെന്തക്കോസ്ത് സൺഡേ ആണ്. Now we don't hold to a specific date for that. നാം അതിനോടുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. But in the study of the Old Testament feasts, we see that after Passover there is a period of 7 weeks, 49 days, and then the 50th day is the Feast of Weeks or Pentecost. അവിടെ പഴയ നിയമത്തിലെ ഉത്സവങ്ങളോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ പെസഹായ്ക്ക് ശേഷമായിട്ട് 7 ആഴ്ചവട്ടങ്ങൾ അല്ലെങ്കിൽ 7 ശബത്തുകൾ വിവിധങ്ങളായ ഉത്സവങ്ങൾക്ക് ശേഷമായിട്ട് 50-ാം ദിവസമായിട്ട് പെന്തക്കോസ്ത് ദിവസം വരുന്നതായിട്ട് നാം കാണുന്നു. So the word Pentecost comes from the Greek word Pentekoste, which is 50th. 50 എന്നുള്ളതായ അർത്ഥം വരുന്നതായ പെന്തക്കോസ്റ്റ് എന്നതായ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പെന്തക്കോസ്ത് എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. It's a Jewish festival
celebration that we are in this morning. അത് യഹൂദന്മാരുടെ ആചാരമാണ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഉത്സവത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പദമാണ്. It comes 7th Sunday or 7 weeks after the Passover, or we celebrate Christians as the resurrection, 7 Sundays after the resurrection. യഹൂദന്മാരോടുള്ള ബന്ധത്തില് പെസഹായ്ക്ക് ശേഷമായിട്ട് 7 ശബത്തുകൾക്ക് ശേഷം വരുന്ന ദിവസം എന്നുള്ള നിലയിൽ 50-ാം ദിവസം നിൽക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളോട് ബന്ധത്തിൽ ദൈവമക്കളോട് ബന്ധത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ളതായ ശേഷമായിട്ട് 50-ാം ദിവസം വരും. We read in Leviticus chapter 23 verse 15 and 16. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ verse 15 and 16. ശബത്തിന്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. Praise God. So that's the basis of where we get our Pentecost, or the feast of Pentecost, or the celebration of the day of Pentecost. പെന്തക്കോസ്ത് ദിവസം എന്നുള്ളത് അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിവസത്തിന്റെ ഉത്സവം എന്നുള്ളത് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായ വിഷയം നിൽക്കുന്നത് നാം വായിച്ചിട്ടുള്ള വേദഭാഗത്താണ്. Praise God. It comes from the root word for pente, which is 5. We know the word pentagon, pentagram. We have it in our common vocabulary, the word that we get the root word from for Pentecost. അതിന്റെ മൂലപദം ഉണ്ടായിരിക്കുന്ന പെന്റ എന്നുള്ളതായ പദത്തിൽ നിന്നാണ് 5 എന്ന് അർത്ഥം വരുന്ന പെന്റഗൺ തുടങ്ങിയ പല പ്രയോഗങ്ങൾ നമുക്കറിയാം 5 എന്നുള്ളതായ പ്രയോഗത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. We know as Pentecostals, or if you've grown up in the Pentecostal tradition, our churches are labeled as Pentecostal churches, many of us. നമുക്കറിയാം പെന്തക്കോസ്ത് സഭകളിൽ വളർന്നു വന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭകൾ അറിയപ്പെടുന്നത് പെന്തക്കോസ്ത് സഭകൾ എന്നുള്ള പേരിലാണ്. And sometimes the church label has become the denomination, but really the whole purpose of Pentecost was to have that experience of what happened on the day of Pentecost. എന്നാൽ പലപ്പോഴും പലയിടങ്ങളിലും സഭകൾ പേരുകൊണ്ട് പെന്തക്കോസ്തുള്ള പേര് ഉപയോഗിക്കുന്നതല്ല പെന്തക്കോസ്ത് നാളിൽ പകർന്ന ശക്തി ആ ആത്യന്ത ശക്തിയുടെ അനുഭവത്തിലാണ് പെന്തക്കോസ്ത് നാമം നിൽക്കേണ്ടത്. Praise God. Amen. It grieves me that Pentecostal has become a denominational name. It grieves me that that has become the name. ഞാനോട് യോജിക്കുന്നു. പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന പദമാണെന്നുള്ള ഞാൻ യോജിക്കുന്നു. Because there are people in all denominations, all different labels, all different categories that have the Pentecostal experience. എന്നാൽ അതേസമയം നാം ഓർക്കണം, എല്ലാ വിഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിച്ചവർ ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം. Some of you here in this church are not from Pentecostal background. ഈ സഭയിൽ ഉൾപ്പെടുന്ന ചിലര് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള സഭകളിൽ വന്നവരല്ല. Some of you, especially the younger people, they don't identify with a denomination at all. They don't have that label stuck to them. നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്ത് എന്ന പദം അവർ മാത്രം യോജിപ്പ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. But the outside label is not what is important. It's what the experience that is happening inside, and that's what happened on the day of Pentecost. പുറത്തുള്ളതായ പേര് എന്തായിരിക്കും എന്നുള്ളതല്ല, അകത്തെ അനുഭവം അതാണ് പ്രധാനം. അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. That's what I just want to briefly touch on, is the transforming power of Pentecost. രൂപാന്തരപ്പെടുത്തുന്ന പെന്തക്കോസ്തിന്റെ ശക്തി എന്നുള്ള നിലയിലാണ് ദൈവാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ പകൽക്കാലം ആഗ്രഹിക്കുന്നത്. Hallelujah. Amen. Pentecost empowers people rather than diminishes people. It's a dynamic force in this world. It's not a static force. The day of Pentecost united people from all different backgrounds. What God confounded the language at the Tower of Babel, He brought together back on the day of Pentecost all nations together. ബാബേൽ ഗോപുരത്തിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നു, അവിടെ ദൈവം കലക്കിക്കളഞ്ഞു, ഭാഷ കലക്കിക്കളഞ്ഞു, ജനത്തെ ചിതറിച്ചു കളഞ്ഞു. എന്നാൽ പെന്തക്കോസ്ത് നാളില് വിവിധ സംസ്കാരത്തിൽ നിന്നുള്ളവര്, വിവിധ ഭാഷകളിൽ നിന്നുള്ളവര്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവര് ദൈവം ഒന്നിച്ച് കൂട്ടിവരുത്തുകയായിരുന്നു. Amen. Amen. Hallelujah. At the Tower of Babel, the one person asked for a hammer and they brought him a chisel.
നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ബാബേൽ ഗോപുരം പണിയുന്ന ഭാഗം ഒരാൾ ചുറ്റികയെ ചോദിക്കുന്നു, ഉളിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. One person spoke in Spanish, the other one returned it in Italian. ഒരാൾ സ്പാനിഷ് ഭാഷയെ സംസാരിക്കുന്നു, കേൾക്കുന്നയാൾ ഇറ്റാലിയൻ ഭാഷയിൽ മറുപടി പറയുന്നു. Comprende? Parlez-vous français?